കുംഭമേള വൈറൽ പെൺകുട്ടിക്കുള്ള പോലീസ് സംരക്ഷണ ഉത്തരവിധ ഹൈക്കോടതി പിൻവലിച്ചിരിക്കുന്നു. ലഭ്യമായ ഫോൺ നമ്പറിലും വിലാസത്തിലും ഈ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല എന്ന് സർക്കാർ അറിയിച്ചു. ഇത് പെൺകുട്ടിയുടെ പതിവ് രീതിയായി മാറിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരിന്റെ വിശദീകരണത്തെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് സംരക്ഷണം പിൻവലിച്ചിട്ടുള്ളത്. ശ്യാം ദേവരാജുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശ്യാം, അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ പെൺകുട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്? ഹൈക്കോടതിയുടെ തീരുമാനം എന്താ? ഷിയാസ്, കുംഭമേള സമയത്ത് വൈറലായ പെൺകുട്ടിയാണ് മൊണാലിസ ഭോസ്ലെ. ഈ വിവാഹം കേരളത്തിൽ വെച്ചാണ് നടന്നത്. അതിനുശേഷം കേരളത്തിലാണ് കഴിയുന്നത്. മധ്യപ്രദേശിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ വിദ്വേഷ പ്രചരണം നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് നേരത്തെ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നത്. ആ ഹർജിയിൽ നേരത്തെ തന്നെ പോലീസ് സംരക്ഷണത്തിന് ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഈ ഹർജിക്കാരിയുടെ നൽകിയ വിലാസത്തിലും ഫോൺ നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മാത്രമല്ല ഈ മൊണാലിസ ഭോസ്ലേക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എന്നുമാണ് പോലീസ് സർക്കാരിന്റെ അഭിഭാഷകന് ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് ഈ കക്ഷിയെ, അതായത് മൊണാലിസ ഭോസ്ലയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന കാര്യവും കൂടി സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. തുടർന്നാണ് മൊണാലിസ ഭോസ്ലേക്ക് ഏർപ്പെടുത്തിയ പോലീസ് സംരക്ഷണം പിൻവലിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇത് പോലീസുമായി ബന്ധപ്പെടാതിരിക്കുന്നത് ഹർജിക്കാരിയുടെ പതിവ് രീതിയായി മാറിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഈ വിഷയത്തിൽ ഈ ഹർജിക്കാരിയിൽ നിന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഹർജിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ജൂൺ 19 മുതലാണ് ഈ പോലീസ് സംരക്ഷണം ഏർപ്പാടാക്കിയിരുന്നത്. ആ സംരക്ഷണമാണ് ഹൈക്കോടതി പിൻവലിക്കുന്നത്. പക്ഷേ ഹർജിക്കാരി നേരിട്ട് പോലീസിനെ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ ആവശ്യമായ സുരക്ഷ നൽകണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹർജി മൊണാലിസ ഭോസ്ലെ നൽകിയ ഹർജി ഹൈക്കോടതി ഈ മാസം 21-നായിരിക്കും വീണ്ടും പരിഗണിക്കുക. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.